ഞാനിന്ന് ഇവിടെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗവും അതിൻ്റെ പ്രവർത്തനവും എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു എക്സ്പ്ലോഷൻ നടക്കുകയാണ്. ഒരു വിസ്ഫോടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പറയുന്നത്, ഒന്നാം ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ നിന്നും രണ്ടാം ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് ഏതാണ്ട് 100 വർഷം എടുത്തു. ഒന്നാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ടു രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതുപോലെ രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ നിന്ന് മൂന്നാമത്തേലേക്കും ഏതാണ്ട് 100 വർഷത്തോളം എടുത്തു. അത് കഴിഞ്ഞ് ഏതാണ്ട് 25 വർഷം കൊണ്ട് ഇൻഡസ്ട്രി 3.5 ആയി. ഇന്ന് ലോകം ചർച്ച ചെയ്യപ്പെടുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4.0 ആണ്. എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4.0? ഹ്യൂമൻസ് ആർ ഗോയിങ് ടു വർക്ക് വിത്ത് ഇന്റലിജന്റ് മിഷൻസ്. മനുഷ്യര് ഇന്റലിജന്റ് മിഷൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്, ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോവുകയാണ്. അത് ഒത്തിരി വിദൂരമല്ല, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. റോബോട്ടുകൾ പോലെയുള്ള ഇന്റലിജന്റ് മിഷനുകളുമായിട്ട് മനുഷ്യൻ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഇന്ന് മനുഷ്യൻ തമ്മിലാണ് കോമ്പറ്റീഷൻ. നാളെ മനുഷ്യനും ഇന്റലിജന്റ് മിഷനുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ശാസ്ത്ര പുരോഗതി, ആ ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിപ്പെട്ടിരിക്കുകയാണ്. 2050 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജീവിത സാഹചര്യം എന്താണെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. 2050 നമ്മൾ എങ്ങനെയായിരിക്കും ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് കണ്ട് ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ബയോ പ്രിന്റിങ്. മനുഷ്യന്റെ അവയവങ്ങൾ പ്രിന്റ് ചെയ്യപ്പെടുകയാണ്. എന്ന് വെച്ചാൽ 5-6 വർഷം അല്ലെ 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഹാർട്ടും ലിവറും മറ്റ് നമ്മുടെ അവയവങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ 3D പ്രിന്റിങ് മാറി 4D പ്രിന്റിങ്ങും 5D പ്രിന്റിങ്ങും 6D പ്രിന്റിങ്ങിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യനെ തന്നെ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരാം. ഞാൻ ഈ ഒരു ക്ലാസ് IIT റൂർക്കിയിൽ 1 മാസം മുമ്പ് കൊടുത്തു. അപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, സർ, വാട്ട് അബൌട്ട് ബ്രെയിൻ? യു ക്യാൻ പ്രിന്റ് ലിവർ, യു ക്യാൻ പ്രിന്റ് ഹാർട്ട്, വാട്ട് അബൌട്ട് ബ്രെയിൻ? ഞാൻ പറഞ്ഞു, അതിനെ ഒരു സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കും. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ മെമ്മറി ഇങ്ങനെ നമ്മൾ ബാക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ മെമ്മറി സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റോൾ എ ന്യൂ ബ്രെയിൻ, റീസ്റ്റോർ ഇറ്റ്. സോ ദിസ് ഗോയിങ് ടു ഹാപ്പൻ. ഇന്ന് നമുക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു രസമായിട്ട് തോന്നാം, അല്ലെങ്കിൽ നടക്കാത്ത ഒരു സംഭവമായിട്ട് തോന്നാം. പക്ഷേ കാലം ഇത് തെളിയിക്കും. ഇന്ന് എനിക്ക് ഒരു പേപ്പർ അമേരിക്കയിലോട്ടോ ജർമ്മനിയിലേക്കോ മറ്റേതെങ്കിലും ലോകത്തിൻ്റെ ഏത് കോർണറിലേക്കോ അയക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫാക്സ് മെഷീനിൽ ഈ പേപ്പർ വെച്ച് ഒരു കമാൻഡ് കൊടുത്താൽ ആ നിമിഷം അങ്ങേയറ്റത്ത് അത് പ്രിന്റ് ചെയ്യപ്പെടും. അല്ലേ? വെരി ഈസി. Can you imagine? I want to send a mobile phone to US or Japan. I want to send my laptop to any part of the globe. Is it possible? It is possible only by 2 ways today. Either you have to courier it or you have to send it by somebody else. Can you imagine that? Just like sending a document, I can send a laptop to any part of the world. It is going to happen. It is going to happen. It's called matter transport. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കോ മാർസിലേക്കോ ഒക്കെ വസ്തുക്കൾ അയക്കണമെങ്കിൽ ഒരു കമാൻഡ് കൊടുത്ത് അവിടെ എന്താ വേണ്ടത്?
അടിസ്ഥാന മൂലകങ്ങൾ മാത്രം മതി. ഈ അടിസ്ഥാന മൂലകങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കവിടെ പ്രിന്റ് ചെയ്യപ്പെടാൻ പറ്റും. ഈ ലെവലിലേക്കാണ് ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, 2100 കാണുന്നവര് ഒരുപക്ഷെ 2500 കണ്ടെന്നിരിക്കും. കാരണം മരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പൊ ബയോപ്രിന്റിങ്ങും ടെക്നോളജി അതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. മരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വരും. ഇത്രയ്ക്കും ടെക്നോളജിക്കൽ റവല്യൂഷനാണ് നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ടെക്നോളജിക്കൽ റവല്യൂഷൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെതായ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തുണ്ട്. അതിലൊരു പ്രശ്നമാണ് ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഇന്ന് ഞാൻ ചുരുക്കത്തിലെ 3 കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ പ്ലാസ്റ്റിക്, എന്താണ് അതുകൊണ്ടുള്ള വിപത്ത്, രണ്ടാമതായിട്ട് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മൈക്രോ പ്ലാസ്റ്റിക് എന്താണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ്, മൂന്നാമതായിട്ട് ഇലക്ട്രോണിക് വേസ്റ്റ് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരിൽ ക്യാൻസറും കിഡ്നി രോഗവും ലങ് ഡിസീസും ഒക്കെ വരുമ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിക്കാറുണ്ട്. ഒരു പക്ഷേ ഞാൻ ഈ അഡ്രസ് ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളുമാകാം ഇതിനെല്ലാം പിന്നിൽ. പ്ലാസ്റ്റിക്കിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പൊതുവെ പ്ലാസ്റ്റിക് എന്നാണ് പറയുന്നത് അല്ലേ. ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇതിനെ പൊതുവെ പറയുന്നത് മൈക്രോ മോളിക്യൂൾസ് അല്ലെങ്കിൽ പോളിമർ എന്നാണ്. പോളിമർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രെയിൻ ഉണ്ടാക്കുന്ന പോലെ, ഒരു ട്രെയിൻ എങ്ങനെയാണ് ഒരു ബോഗിയിലേക്ക് വിവിധങ്ങളായ ബോഗികൾ ഘടിപ്പിച്ചാണ് ഒരു ട്രെയിൻ ഉണ്ടാക്കുന്നത്. ഈ മൈക്രോ മോളിക്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ മോളിക്യൂൾസിനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മോളിക്യൂളുകൾ ഒന്നിച്ചു വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ പോളിമർ അല്ലെങ്കിൽ മൈക്രോ മോളിക്യൂൾ. ആ പോളിമറിനകത്ത് തന്നെ 4 ഘടകങ്ങളുണ്ട്. ഒന്ന് പ്ലാസ്റ്റിക് തന്നെ 2 തരത്തിലുണ്ട്, തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റും. മൂന്നാമത്താണ് റബ്ബർ, നാലാമത്തതാണ് ഫൈബേഴ്സ്. പ്ലാസ്റ്റിക് 2 തരമുണ്ട്, തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റും, റബ്ബറും ഫൈബേഴ്സും. റബ്ബറിനെ പറ്റി നിങ്ങൾക്കെല്ലാം അറിയാലേ. ഞാൻ കുട്ടികളോട് ചോദിക്കും, ലോകത്തിൽ എവിടെ ചെന്നാലും ഏത് വെഹിക്കിൾ എടുത്താലും, അത് കാറാകട്ടെ, സ്കൂട്ടറാകട്ടെ, ബസ്സാകട്ടെ, എയർക്രാഫ്റ്റ് ആകട്ടെ, എല്ലാത്തിൻ്റെയും ടയറുകളുടെ കളറ് കറുപ്പാണ്. എനിക്കൊരു ചുമന്ന കാറുണ്ട്, അല്ലെ ഒരു വെള്ള കാറുണ്ട്. എന്തുകൊണ്ട് അതിൻ്റെ കളറ് വെള്ളയോ ചുവപ്പോ ആകുന്നില്ല? എന്തായിരിക്കും കാരണം? ഇതിൻ്റെ ഈ റബ്ബറിനകത്ത് ചേർത്തിരിക്കുന്ന ഒരു ഫില്ലർ കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളാണ്. കാർബൺ ബ്ലാക്ക് നമ്മൾ പഴയ കാലത്ത് വിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ലാമ്പ് ബ്ലാക്ക്, അതുപോലെ ഉണ്ടാക്കുന്ന കാർബണാണ് എല്ലാ ടയറിൻ്റെയും അടിസ്ഥാനം. അതാണ് അതിന് സ്ട്രെങ്ത് കൊടുക്കുന്നത്. അതിൻ്റെ എല്ലാ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനും അടിസ്ഥാന ഘടകം ഈ കാർബൺ ബ്ലാക്കാണ്. നാളിതുവരെ ഈ കാർബൺ ബ്ലാക്കിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. സിലിക്ക പോലെയുള്ള സാധനങ്ങളെ പറ്റിയൊക്കെ ആൾക്കാർ പഠിക്കുന്നുണ്ട്. പക്ഷെ കാർബൺ ബ്ലാക്കിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇതുവരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ അതിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ പ്ലാസ്റ്റിക്കിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, തെർമോപ്ലാസ്റ്റിക് ഉണ്ട്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഉണ്ട്. തെർമോസെറ്റിംഗ് ഒരിക്കലും അത് പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഹാർഡാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളത് തെർമോപ്ലാസ്റ്റിക് ആണ്. നമ്മുടെ നിങ്ങളെല്ലാം ഇരിക്കുന്ന കസേരകളൊക്കെ തെർമോപ്ലാസ്റ്റിക് ആണ്. അത് വീണ്ടും ഉരുക്കി വീണ്ടും നമുക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഏതാണ്ട് ഒരു 70% പ്ലാസ്റ്റിക്കും തെർമോപ്ലാസ്റ്റിക്, കാരണം വീണ്ടും എനിക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ പ്ലാസ്റ്റിക്കുകൾ നോർമലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലാസ്റ്റിക് എന്ത് ചെയ്യും, നമ്മളിതുപോലെയുള്ള പല പ്രോഡക്റ്റുകളും നമുക്കുണ്ട്. ഈ പ്രോഡക്റ്റുകളെ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ റീസൈക്കിൾ ചെയ്യണം അല്ലേ. റീസൈക്കിൾ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ഓരോ പ്രോഡക്റ്റും ഉണ്ടാക്കിയിരിക്കുന്നത് പലതരത്തിലുള്ള പ്ലാസ്റ്റിക് കൊണ്ടാണ്. പോളിയെത്തിലീൻ കാണും, പോളിപ്രോപ്പിലീൻ കാണും, പോളിസ്റ്റൈരീൻ കാണും, പലതരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളാണ്. ഓരോ പ്ലാസ്റ്റിക്കിൻ്റെയും ഘടന വ്യത്യാസമാണ്. അതിനെ ഉരുക്കാനുള്ള മെൽറ്റിംഗ് ടെമ്പറേച്ചറും വ്യത്യാസമാണ്. അതിലടങ്ങിയിരിക്കുന്ന സാധനങ്ങളുടെ വ്യത്യാസമുണ്ട്.
ഒരു പ്ലാസ്റ്റിക് എന്ന് പറയുന്നതിനകത്ത് ഒത്തിരി കളറിങ് ഏജന്റ് ഉണ്ട്, പ്രോസസ്സിങ് ഓയിലുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. ഓരോ പ്ലാസ്റ്റിക്കിലും ഓരോ പ്രോഡക്റ്റിലുള്ള ആ പ്ലാസ്റ്റിക്കിന്റെ ഘടന വ്യത്യാസമാണ്, അതിന്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആണ്, അതിനകത്തുള്ള പല സാധനങ്ങളും വ്യത്യസ്തമാണ്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഈ കാണുന്ന പ്ലാസ്റ്റിക്കുകളെ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഒരിക്കലും മിക്സ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 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 പോളിമറിന്റെ നൈലോൺ ആണെങ്കിൽ അതിന്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ 220 ആയിരിക്കാം. പൊടി എത്രയും 100 ഡിഗ്രിയിൽ മെൽറ്റ് ചെയ്യും. അപ്പോൾ 220 നൈലോൺ മെൽറ്റ് ചെയ്യത്തുള്ളൂ. ഞാനിതിനെ എല്ലാം കൂടെ കൂട്ടി മിക്സ് ഇത് മെൽറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോളിപ്രോപ്പിലിൻ ഡീഗ്രേഡ് ചെയ്ത് അതിനകത്ത് കിടപ്പുണ്ടായിരിക്കും നൈലോണിന്റെ ടെമ്പറേച്ചർ. ഇതൊരിക്കലും പറ്റത്തില്ല. ഇതാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി കുറച്ച് ഈ പറയുന്ന കാർബൺ ബ്ലാക്ക് കൂടെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കളറിങ് ഏതെങ്കിലും കൂടെ ആഡ് ചെയ്ത് വീണ്ടും നമ്മുടെ മാർക്കറ്റിലേക്ക് വരും. അത് നമ്മൾ അച്ചാർ അല്ലെങ്കിൽ സാധനങ്ങൾ വെക്കുന്ന ബോട്ടിലായിട്ടായിരിക്കാം, ചെരുപ്പുകളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് ആയിട്ടായിരിക്കാം. വളരെ ചെലവ് കുറഞ്ഞ് നമ്മുടെ വഴിയരിയിലൊക്കെ പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ട് വയ്ക്കും. നമ്മളെല്ലാം അത് ലാഭമാണല്ലോ എന്ന് വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കും. ഉദാഹരണത്തിന് വില കുറഞ്ഞ് കിട്ടുന്ന ഒരു ബോട്ടിൽ, ഒരു പെറ്റ് ബോട്ടിലിന് 300 രൂപയാണ് വിലയെങ്കിൽ അത് 50 രൂപയ്ക്ക് ഒരു അച്ചാറിൻ്റെ ബോട്ടിൽ കിട്ടി. ഞാനത് ലാഭമാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ട് അച്ചാറിട്ട് കഴിയുമ്പം ഈ അച്ചാറിനകത്ത് ഓയിലുണ്ടല്ലേ, ഈ ഓയിൽ ഈ പ്ലാസ്റ്റിക്കിനെ പതുക്കെ ചെറിയ തോതിൽ ഒന്ന് വികസിപ്പിക്കും. എന്ത് ചെയ്യും? ഈ ബോട്ടിലുള്ള ഈ പറയുന്ന കോൺസ്റ്റുവൻസ്, കളറിങ് ഏജന്റ് ആകാം, ഞാൻ പറഞ്ഞില്ല പല കോൺസ്റ്റുവൻസ് ഉണ്ട്, അതെല്ലാം ഈ അച്ചാറിലേക്ക് കടന്നു വരും. ചുരുക്കത്തില് പ്ലാസ്റ്റിക് അത്ര ഹാനികരമല്ല, ഇതിനകത്ത് ആഡ് ചെയ്യുന്ന കമ്പോണൻസ് ആണ് ഭയങ്കര ഹാനികരം. ഇപ്പൊ നമ്മൾ അച്ചാർ കഴിക്കുമ്പോൾ ഇതിനകത്തുള്ള ഈ കമ്പോണന്റ് കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത്. 5 കൊല്ലം കഴിയുമ്പോൾ 10 കൊല്ലം കഴിയുമ്പോഴായിരിക്കും ക്യാൻസറിന്റെ രൂപത്തിൽ, ട്യൂമറിന്റെ രൂപത്തിൽ, ലങ് ഡിസീസിന്റെ രൂപത്തിൽ, കിഡ്നി ഡിസീസിന്റെ രൂപത്തിലൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് സോയിലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാലോ, നിങ്ങളുടെ എല്ലാം വീടിൻ്റെ ഇപ്പം ഗവൺമെന്റ് കുറേ എല്ലാം ആക്ഷൻസ് എടുക്കുന്നതുകൊണ്ട് അത്രയും കാണുന്നില്ല. നിങ്ങളുടെ പറമ്പിൽ നിങ്ങളൊന്ന് പോയി കളച്ച് 2-3 അടി ഒന്ന് കളച്ച് നോക്കും. ഒരു 5 മീറ്റർ സ്ക്വയർ ഒരു 5 മീറ്റർ സ്ക്വയറിൽ നിങ്ങൾ കളച്ചു കഴിഞ്ഞാൽ മിനിമം 2 കിലോ പ്ലാസ്റ്റിക് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ 1 മീറ്ററോ അല്ലെങ്കിൽ 5 മീറ്ററുള്ള ചതുരത്തിൽ ഒരു കുഴി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 2 കിലോ പ്ലാസ്റ്റിക് കിട്ടും. എന്നാണ് ഈ പ്ലാസ്റ്റിക് മണ്ണിലോട്ട് പോയി വീണ്ടും മണ്ണ് വീണ് ഇതിങ്ങനെ ഒരു ഇതായിട്ടിരിക്കുകയാണ്. മരങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫെർട്ടിലൈസർ വളമൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ കൊണ്ട് തങ്ങി നിൽക്കുകയാണ്, താഴോട്ട് പോകുന്നില്ല. അപ്പം നമ്മുടെ മണ്ണിൻ്റെ ഫലപുഷ്ടിയെ മുഴുവൻ നശിപ്പിക്കുകയാണ്. വാട്ടർ റിട്ടൻഷൻ, ഈ വിഷം മുഴുവൻ അവിടെ കെട്ടിക്കിടക്കുകയാണ്. അതായത് ഏറ്റവും വലിയൊരു ഹാനികരമായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം വിവിധങ്ങളായ പ്ലാസ്റ്റിക്കുകളാണ്. ഇതറിയാം, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള 100 കണക്കിന് പ്ലാസ്റ്റിക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ. പ്ലാസ്റ്റിക്കിൻ്റെ ഏറ്റവും വലിയ വേസ്റ്റ് എവിടെ നിന്ന് വരുന്നറിയോ? നിങ്ങൾ നോക്കിക്കേ, ചിപ്സിൻ്റെ കൺഫെക്ഷണറി ബാഗാണ് 18%. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി മസാലയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കൂടുകളുണ്ടല്ലോ, ഇതാണ് ഏറ്റവും കൂടുതൽ. 18% തൊട്ട് 20% വരെ ഈ ചിപ്സും ഈ സൂപ്പർ മാർക്കറ്റിലെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളാണ്. വേറെ ഏറ്റവും കൂടുതൽ നമ്മുടെ ബോട്ടിൽസാണ്. വേറെ വരുന്നത് നമ്മുടെ സ്ട്രോസ്, ഗാർബേജ് ബാഗ്സ് അല്ല, അങ്ങനെ പലതരത്തിലുള്ള വരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ നിരോധിക്കേണ്ടത് എന്താണ്? കേരള ഗവൺമെൻറ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കമ്മിറ്റി ഞാൻ മെമ്പറായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് ഈ സൂപ്പർ മാർക്കറ്റ് വരുന്ന ചെറിയ ചെറിയ പാക്കറ്റുകൾ കംപ്ലീറ്റ് നിരോധിക്കും. സാധ്യമല്ല, കാരണം അതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പ്ലാസ്റ്റിക് വ്യവസായമായിട്ട് കഴിയുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു സൈഡിലുണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തേക്ക് വരുന്നത്. പെറ്റ് ബോട്ടിൽ റീസൈക്ലിങ്. ഈ ഒരു ബാഗ് നിർമ്മിച്ചിരിക്കുന്നത് 2000 പെറ്റ് ബോട്ടിൽ റീസൈക്കിൾ ചെയ്തതാണ്. 2000 പെറ്റ് ബോട്ടിൽസ് റീസൈക്കിൾ ചെയ്താണ് ഈ ഒരു ബാഗ് ഉണ്ടാക്കിയത് റിലയൻസ്. ഇപ്പൊ പെറ്റ് ബോട്ടിൽസിന്റെ റീസൈക്ലിങ് നടക്കുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതിനാണ്, ഞാൻ ഒരു 2001 ജർമ്മനിയിൽ ചെല്ലുമ്പോഴത്തേക്ക്, ജർമ്മനിയിൽ ഒരു ഇൻഡസ്ട്രി ചെന്നപ്പോൾ
ജർമ്മനി അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ പെർ ക്യാപിറ്റ കൺസപ്ഷൻ ഓഫ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് 15 കിലോ മാത്രമാണുള്ളത്. 15 കിലോ ടു 20 കിലോ. അത് US-ലും യൂറോപ്പിലും ആകുമ്പോൾ 85 കിലോ മുതൽ 100 കിലോ വരെയാണ് പെർ ക്യാപിറ്റ കൺസപ്ഷൻ. എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരാൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എന്ന് പറയുന്നത്, ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെറും 15 കിലോയേ ഉള്ളൂ. മാക്സിമം 20 കിലോ ആണെങ്കിൽ യൂറോപ്പിലും ജപ്പാനിലും US-ലും ഒക്കെ 100 കിലോയിൽ കൂടുതലാണ്. എന്താ നമ്മുടെ പ്രശ്നം? നമുക്കൊരു കൾച്ചറല്ല പ്ലാസ്റ്റിക്കിനെ എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ 2001 ജർമ്മനി ചെല്ലുമ്പോൾ അന്ന് ഈ പ്ലാസ്റ്റിക്കുകളെ മുഴുവൻ സെഗ്രിഗേറ്റ് ചെയ്ത് കമ്പനികൾക്ക് അയച്ച് ആ കമ്പനി കൃത്യമായിട്ട് ഓരോ പ്ലാസ്റ്റിക്കും തിരിഞ്ഞ് അതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 24 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ ഹരിത കർമ്മസേന നമ്മുടെ നാട്ടിൽ വന്ന് വീട്ടിൽ വന്നതെല്ലാം കൂടെ കൂട്ടി നമ്മുടെ വീട്ടിൽ നിന്ന് ശല്യം ഒഴിവാങ്ങണം എന്നുള്ള ഒരു ചിന്തയിൽ ഇതെല്ലാം കൂടെ കൂട്ടി അവർക്ക് കൊടുക്കുന്നു. അവർ അത് വീണ്ടും മിക്സ് ചെയ്തേക്കുവാണ്. അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആദ്യം വേണ്ടതാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ ഓരോരുത്തരിലും ഈ പ്ലാസ്റ്റിക് വിപത്തിനെ പറ്റിയുള്ള ഒരു വലിയ ഒരു ചിന്തയുണ്ടാകണം. ഓക്കെ, പ്ലാസ്റ്റിക്കിന്റെ ഓരോന്നിൻ്റെയും ഒരു വർഷത്തെ പ്രൊഡക്ഷനാണ് കാണിക്കുന്നത്. ഓരോ വർഷമുള്ള പ്രൊഡക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇത്രയും പ്ലാസ്റ്റിക്കുകളാണ് ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ പ്ലാസ്റ്റിക്കുകളെ തരംതിരിക്കുവാനായിട്ട്, കഴിവുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ വാങ്ങിക്കാതിരിക്കുവാനായിട്ട്, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക്കിൻ്റെ കൂടുകൾ, പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം ഒഴിവാക്കുവാനായിട്ട് നാം ശ്രമിക്കുക. കാരണം ഏറ്റവും ആവശ്യം പ്ലാസ്റ്റിക്കിന്റെ പ്രൊഡക്ഷൻ നിർത്തുക എന്നുള്ളത്, കുറയ്ക്കുക എന്നത്. പക്ഷേ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റത്തില്ല. കാരണം അത് പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല, പോളിമർ ഇല്ലാത്തൊരു ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ എവിടെയൊക്കെ സാധ്യമാവുമോ അവിടെയൊക്കെ അതിനെ കുറയ്ക്കുവാനായിട്ടും റീയൂസ് ചെയ്യാനായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും അതിനെ വേറെ പ്രോഡക്റ്റുകളിലേക്ക് കൊണ്ടുപോകാനായിട്ടും നാം ശ്രമിക്കണം. ഇതാണ് ഒരു 400 million tons of plastics are produced here. 400 million tons of plastic. Out of which at least 8 million tons of plastic into the ocean. നമ്മുടെ കായലിലേക്ക്, കടലിലേക്ക്, നദികളിലേക്കെല്ലാം ഈ പ്ലാസ്റ്റിക് കൂടിച്ചെല്ലുവാണ്. എന്താ ചെയ്യുന്നത്? നമ്മുടെ പറമ്പിൽ ചെല്ലുന്ന പ്ലാസ്റ്റിക് ആണെങ്കിലും കടലിൽ ചെല്ലുന്ന പ്ലാസ്റ്റിക് ആണെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ ഇത് പതുക്കെ ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. അതിനകത്ത് ഈ മൈക്രോബയലായിട്ടുള്ള ആക്ഷനും സൺലൈറ്റും എല്ലാം കൊണ്ട് പതുക്കെ ഡീഗ്രേഡ് ചെയ്ത് ഇത് വെള്ളത്തിൽ വരുന്നു. വെള്ളത്തിൽ നിന്ന് മീനിലേക്ക് വരുന്നു, അല്ലെങ്കിൽ പ്ലാന്റുകളിലേക്ക് വരുന്നു. അത് നമ്മൾ ഭക്ഷിക്കുന്ന നമ്മുടെ ശരീരത്തേക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടാമിനൻസ് വരികയാണ്. വലിയൊരു വിപത്ത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. അത് സമയമില്ലാത്ത അതിലേക്ക് പോകുന്നുണ്ട്. ഇമ്പാക്ട് ഓഫ് പ്ലാസ്റ്റിക് ഭയങ്കരമായൊരു വിപത്താണ്. ഉള്ളി മനുഷ്യനെ മാത്രമല്ല, മൃഗങ്ങളെയും പക്ഷിമൃഗാദികളെയും പ്ലാന്റുകളെയും നമ്മുടെ വെള്ളത്തെ എല്ലാം ഇത് മലിനീകരിക്കുകയാണ്. ഇതൊരു വലിയൊരു കാര്യമാണ്. You can see that direct and indirect effect of plastic on human health. നമ്മൾ കുടിക്കുന്നു, നമ്മൾ ശ്വസിക്കുന്നു, നമ്മുടെ എയറിലുണ്ട്, എയറോജൻ പോലെ എയർ കിടപ്പുണ്ട്, കുടിക്കും വെള്ളത്തിൽ കൂടെ, ഭക്ഷണത്തിൽ കൂടെ, ഇങ്ങനെയെല്ലാം നമ്മുടെ ശരീരത്തേക്ക് ഈ പ്ലാസ്റ്റിക് ചെല്ലുകയാണ്. അടുത്ത ഒരെണ്ണമാണ് മൈക്രോ പ്ലാസ്റ്റിക്. മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ എന്താണ് മൈക്രോ പ്ലാസ്റ്റിക്? പൊടി, പ്ലാസ്റ്റിക്കിന്റെ പൊടി, മൈക്രോമീറ്ററുള്ള പൊടികൾ. ഏറ്റവും കൂടുതൽ മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടാകുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീനിൽ അല്ലെങ്കിൽ തുണി അലക്കുമ്പോൾ നമ്മുടെ തുണികളെല്ലാം ഇപ്പോൾ പോളിമറാണല്ലോ, ഇതിൽ നിന്നും കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുവാണ്. വാഷിംഗ് മെഷീനിലും അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തെ ഒരു പ്ലംബർ വന്ന് PVC പൈപ്പ് കട്ട് ചെയ്യും അല്ലേ, കട്ട് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ പൊടി മുഴുവൻ വീഴുന്നുണ്ട്. അത് നമ്മുടെ പറമ്പിലേക്ക് നമ്മൾ എറിയും. ഇതെന്ത് ചെയ്യും? കുറേ നാളോടെ കഴിയുമ്പോൾ മഴ വരുമ്പോൾ ഇതെല്ലാം കൂടെ ഒഴുകി വെള്ളത്തിൽ വന്ന് അത് ആ വരുന്ന കുഞ്ഞു പാർട്ടുകൾ, ഒരു 5 mm 2 mm ഫ്യൂ മൈക്രോമീറ്ററുള്ള ഈ പാർട്ടുകൾ ഡയറക്റ്റായിട്ട് ഫിഷ് അങ്ങ് വീഴും.
പ്ലാന്റിലേക്ക് കയറും. ഇത് വന്ന് നമ്മുടെ ബ്രെയിനിലേക്കും നമ്മുടെ ലിവറിലേക്കും ലങ്സിലേക്കൊക്കെ വരുന്നു. ഇത് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് മൈക്രോ പ്ലാസ്റ്റിക്. നാളെ എത്ര മാത്രം ടെക്നോളജി അഡ്വാൻസ് ചെയ്തെന്ന് പറഞ്ഞാലും ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ ശരിയായ ഉപയോഗത്തിലേക്ക് പോകണം. Why plastic is harmful? Fish. You can see that it is going to all air, water, all areas. So, ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ആദ്യം വീട്ടിൽ പരിശീലിക്കുക. യു ക്യാൻ സീ ദാറ്റ് ഇതുപോലെയാണ് നമ്മൾ ഓരോ സ്ഥലത്തും പ്ലാസ്റ്റിക് കൂടിക്കിടക്കുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. വലിയ തിമിംഗലമൊക്കെ ഈ പ്ലാസ്റ്റിക്കിനെ അങ്ങ് വിഴുങ്ങുവാണ്. അതുപോലെ തന്നെ ക്യാൻ സീ ദാറ്റ്. അതുപോലെ തന്നെ അടുത്ത ഒരു ഏരിയയാണ് ഈ വേസ്റ്റ്. നമ്മുടെ ഇലക്ട്രോണിക് വേസ്റ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ലാപ്ടോപ്പും എല്ലാ ഇതും കവറുകളും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ട്. ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുന്ന, ഞാൻ പറഞ്ഞില്ല, പ്ലാസ്റ്റിക് ആസിഡ് ഈസ് നോട്ട് എ ഹാർംഫുൾ തിങ്. ഇതിനകത്തെല്ലാം ഒത്തിരി ഹെവി മെറ്റൽസും എല്ലാം ഉണ്ട്. എൻ്റെ 1-2 സ്ലൈഡുകളുണ്ട്. എന്താ ചെയ്യുന്നത്? ഈ പ്ലാസ്റ്റിക്കിൻ്റെ കമ്പ്യൂട്ടർ നമ്മൾ വിൽക്കുമ്പോഴത്തേക്ക് ആക്രി കടക്കാർ മേടിക്കും. ഈ ആക്രി കടക്കാർ മേടിച്ചിട്ട് ഇതിനെ അങ്ങ് കത്തിക്കുവാണ്. കത്തിച്ച് ഇതിൻ്റെ IC ചിപ്പോ മറ്റൊക്കെ എടുക്കാനായിരിക്കും ഇത് ചെയ്യുന്നത്. പക്ഷെ ഇവർ കത്തിക്കുമ്പോഴത്തേക്ക് വരുന്ന ഹസാർഡസ് ആയിട്ടുള്ള ഗ്യാസ്, അത് കത്തുന്ന ചാരം, ഇതെല്ലാം കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് ഹെവി മെറ്റൽസ്. ഭയങ്കര ഹസാർഡസ് ആയിട്ടുള്ള ഗ്യാസും അല്ലെങ്കിൽ ഇത് ഫോം ചെയ്തത് വെള്ളത്തിലേക്ക്, നമ്മുടെ ലാൻഡ് ഫില്ലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയൊരു വിപത്താണത്. നമുക്ക് പണ്ട് കാലത്തൊക്കെ നമ്മുടെ ബന്ധുക്കളൊക്കെ US നിന്നും അല്ലെങ്കിൽ അവിടെ നിന്നും പുറത്തുനിന്നൊക്കെ വരുമ്പം ഉപയോഗിച്ച കമ്പ്യൂട്ടറും മൊബൈൽ ഫോണൊക്കെ കൊണ്ടെത്തരും. ഇതെല്ലാം ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയായിരുന്നു. എൻ്റെ സ്ലൈഡുകളുണ്ട്. ഇതെല്ലാം നമ്മൾ കുറച്ചാൾ ഉപയോഗിക്കും, ചിലപ്പോൾ നടക്കത്തില്ല. ഇതിനെല്ലാം നമ്മൾ വിൽക്കും. ഈ കടക്കാർ വന്ന് മേടിക്കും. ഇവരിത് എങ്ങനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ചെയ്യും. പാവപ്പെട്ട ആൾക്കാർ ഈ കമ്പ്യൂട്ടർ സാധനങ്ങൾ വാങ്ങിച്ച് കത്തിച്ച് റീയൂസ് ചെയ്യാൻ വേണ്ടി കത്തിക്കുമ്പോഴത്തേക്കും ജനറേറ്റ് ചെയ്യുന്ന ഈ മാലിന്യങ്ങൾ, ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസ്, ഗ്യാസസ്, ഇതെല്ലാം അടുത്തിരുന്നൊരുത്തൻ പുകവലിക്കുമ്പോഴത്തേക്ക് ആ വീട്ടിലുള്ള അല്ലെങ്കിൽ അയലോക്കത്തുള്ളവർക്കും അത് ഹാനികരമാണെന്ന് പറയുന്ന പോലെ ഒരാളിവിടെ ഇത് കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്നും നിർഗമിക്കുന്ന വായുവും മറ്റ് ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയലും എല്ലാം ആ പ്രദേശത്ത് മുഴുവൻ വ്യാപിക്കുകയാണ്. ഇത് വെള്ളത്തിലേക്ക് കലരുകയാണ്. ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തപ്പെടുകയാണ്. അപ്പം നാം പോലും ചെയ്യാത്ത കുറ്റത്തിന് നാം ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഗ്രീൻ പ്രോട്ടോകോൾ നമ്മൾ പറയാറുണ്ട്. കമ്പ്യൂട്ടേഴ്സ് ടേൺസ് ഗ്രീൻ മെറ്റീരിയൽ ഉപയോഗിച്ച് ഇതുപോലെയുള്ള സാധനങ്ങൾ നിർമ്മിക്കുവാൻ, കമ്പ്യൂട്ടർ ആണെങ്കിലും എന്ത് മെറ്റീരിയലാണെങ്കിലും ഗ്രീൻ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഞാൻ ആ മേഖലയിൽ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള നാച്ചുറൽ ഫൈബേഴ്സ് വെച്ച്, നാച്ചുറൽ ഫൈബർ നമ്മുടെ ചകിരിയാകാം, അല്ലെങ്കിൽ ജൂട്ടിൻ്റെ ഫൈബറാകാം, വാഴനാരാകാം, ഇങ്ങനെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫൈബറുകൾ ഉപയോഗിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിരിക്കുന്ന കസേര പോളിപ്രോപ്പിലീൻ അല്ലെങ്കിൽ പോളി എത്തിലീൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കസേരയുടെ വെയിറ്റ് ഒരു 2 കിലോ എന്ന് വിചാരിക്കും. ഇപ്പോൾ 2 കിലോ പ്ലാസ്റ്റിക്കാണ് അതിനകത്തുള്ളത്. ഈ 2 കിലോ പ്ലാസ്റ്റിക്കിൻ്റെ സ്ഥാനത്തേക്ക് ഞാൻ ഒരു 60% അല്ലെങ്കിൽ 70% ഈ
നാച്ചുറലി ഡൈഗ്രേഡബിൾ ആയിട്ടുള്ള ഈ ഫൈബറിനെ ആഡ് ചെയ്യണം. ഇപ്പം എനിക്ക് എത്ര കുറയ്ക്കാൻ പറ്റി? 2 കിലോ ആയിരുന്ന സാധനത്തിന് ഞാൻ 1.5 കിലോ അല്ലെങ്കിൽ 1 കിലോ 300 ഗ്രാമും പോളിമർ മാറ്റി ഞാൻ നാച്ചുറലി ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആക്കി ഉണ്ടാക്കുന്ന ആ പ്രോഡക്റ്റിന് അതേ സ്ട്രെങ്ത് ഉണ്ട്, അതേ ലസ്റ്റർ ഉണ്ട്, അതേ ഡ്യൂറബിലിറ്റി ഉണ്ട്. ഇത് യൂറോപ്പിലൊക്കെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരു ഇതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരു കാലഘട്ടത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, പോളിമർ ഇല്ലാത്ത ഒരു കാലഘട്ടത്തെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒന്നുകിൽ പോളിമറിനെ റീയൂസ് ചെയ്യുക, അതിൻ്റെ ഉപയോഗം റെഡ്യൂസ് ചെയ്യുക. ഉപയോഗം റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒന്ന് വേറെ ഡീഗ്രേഡ് ചെയ്യുന്ന ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഇൻകോപ്പറേറ്റ് ചെയ്യുക. ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. എല്ലാ സ്ഥലത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രോഡക്റ്റും നമുക്ക് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഫൈബറുകളും നാച്ചുറലായിട്ട് ഡിഗ്രേഡ് ചെയ്യുന്ന മെറ്റീരിയലും ഉപയോഗിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, നമുക്ക് ഈ ഉപയോഗിച്ച പ്ലാസ്റ്റിക്കിനെ ഞാൻ പറഞ്ഞില്ല, ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ റീസൈക്കിൾ ചെയ്ത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാകും. ഇന്ന് അതെല്ലാം പോയിട്ട് ഈ പ്ലാസ്റ്റിക്കുകളെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളാക്കി മാറ്റുകയാണ്. ഞങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക്കിനെ പൈറോയിസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ നാനോ പാർട്ടിക്കിൾസ് കിട്ടും, പോറസ് കാർബൺസ് കിട്ടും. നമ്മളിന്ന് ഇലക്ട്രിക് വെഹിക്കിളിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെ ആവശ്യമായ ഇലക്ട്രിക് ബാറ്ററിക്ക് ആവശ്യമായ ഇലക്ട്രോണുകളെ നിർമ്മിക്കുവാനായിട്ട് അല്ലെങ്കിൽ സൂപ്പർ കപ്പാസിറ്റികളെ നിർമ്മിക്കുവാനായിട്ട് ഈ പ്ലാസ്റ്റിക് പൈറോയിസ് ചെയ്തേക്കുന്ന കാർബൺ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ പ്ലാസ്റ്റിക് പൈറോയിസ് ചെയ്ത് കിട്ടുന്ന മെറ്റീരിയൽ വെച്ച് എയറോജൻ ഉണ്ടാക്കാൻ പറ്റും. ആ എയറോജൻ വെച്ച് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഷീൽഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഷീൽഡിങ്? ഇവിടെ ഒത്തിരി മൈക്കിൻ്റെയൊക്കെ ഒത്തിരി സിന്തസൈസറും എല്ലാം ഇരിപ്പുണ്ട്. എന്തെങ്കിലും ചെറിയൊരു ഇതുണ്ടെങ്കിൽ നോയ്സ് വരും അല്ലേ? നമ്മുടെ ലാപ്ടോപ്പ് ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും എല്ലാത്തിനും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫിറൻസ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിന് ഷീൽഡിങ് ഉള്ളൊരു കവർ വേണം. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കവറാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു പെയിന്റിന്റെ രൂപത്തിലാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ EMI ഷീൽഡിങ് മെറ്റീരിയലാണ്. ഈ പ്ലാസ്റ്റിക്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴേ പൈറോയിസ് കിട്ടുന്നു കിട്ടും. അങ്ങനെ നൂതനമായ പ്രോഡക്റ്റുകൾ ഇന്ന് ലോകം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഈ പ്ലാസ്റ്റിക്കുകൾ നിങ്ങൾക്കറിയാം, ഓൾറെഡി നമുക്കറിയാം പ്ലാസ്റ്റിക് അല്ല വിറ്റമിൻ ചാറിനകത്ത് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതല്ല, ഈ പ്ലാസ്റ്റിക്കുകൾ ശരിയായ രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ആവശ്യം എന്താണ് വേണ്ടത്? ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെ ഓരോ പ്ലാസ്റ്റിക്കുകളും എന്താണെന്ന് എല്ലാ പ്ലാസ്റ്റിക്കിൻ്റെ അടിയിലൊരു സിമ്പിളുണ്ട്, ഏത് പ്ലാസ്റ്റിക് ആണെന്നുള്ളത് അറിയാനായിട്ട്. അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനും ഒരു സിമ്പിളുണ്ട്. അതനുസരിച്ച് സെഗ്രിഗേറ്റ് ചെയ്യുകയും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും ഇവിടുത്തെ പഞ്ചായത്തുകളൊക്കെ ആ സെഗ്രിഗേറ്റ് ചെയ്ത രീതിയിൽ തന്നെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ ശരിയായ ഉപയോഗത്തിന് പറ്റുന്ന ഈ റീസൈക്ലേഴ്സിനെ കണ്ടെത്തുകയും ചെയ്താൽ ഒരു പരിധി വരെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ സമൂഹത്തെ പ്രശ്നത്തെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. രണ്ടാമത് ഞാൻ പറഞ്ഞതുപോലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. നമ്മുടെ കോട്ടണിലേക്കും മറ്റിലേക്കൊക്കെ പോകുവാനായിട്ട് ഉപയോഗിച്ച സാധനങ്ങൾ തന്നെ വീണ്ടും ഉപയോഗിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. മൂന്നാമതായിട്ട് ഇതിന് വേറെ ഒരു രൂപത്തിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ പ്ലാസ്റ്റിക്കിനെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് മൂലം ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിക്കുന്നില്ല, ഒത്തിരി പേര് ഇവിടെ സംസാരിക്കാനുണ്ട്. എൻ്റെ മുമ്പിൽ ഒട്ടനവധി യുവാക്കളെ, കുട്ടികളെ ഒക്കെ എനിക്ക് കാണാൻ സാധിക്കും. അവരോടായിട്ട് ഒരു വാക്ക് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്. വി ആർ റിയലി ബ്ലെസ്ഡ് വിത്ത് എ ലോട്ട് ഓഫ് ടാലൻസ് ആൻഡ് പൊട്ടൻഷ്യൽസ്. നമുക്ക് ഒത്തിരി കഴിവുകളുമായിട്ടാണ് നാം ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്.
ഈ കഴിവുകളെ നാം പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. ഇന്ന് ഈ ശാസ്ത്ര സാങ്കേതിക സമ്മേളനത്തിൽ ഇത് ഞാൻ പറയാതെ പോയാൽ അതൊരു കുറ്റമായി തോന്നുമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഞാനിത് അവതരിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാനമായിട്ട് ലക്ഷ്യമായിട്ട് നാം കാണുന്നത് എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക, ഒരു ജോലി കിട്ടുക എന്നുള്ളത്. ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കുട്ടികളോട് ചോദിക്കും, വാട്ട് ഈസ് ദ ഗോൾ ഇൻ ലൈഫ്? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഇവർ പറയും ഡിഗ്രി എടുക്കണം, ദെൻ ഐ വാണ്ട് ടു ഗെറ്റ് എ ജോബ്, ദെൻ പിന്നെ ഒന്നുമില്ല. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യമില്ല. നിങ്ങൾ ഓർത്തേ, എൻ്റെ ലക്ഷ്യം ഒരു ഡോക്ടർ ആകണം എന്നുള്ളതായിരുന്നു, എൻ്റെ ലക്ഷ്യം ഒരു പ്രൊഫസർ ആകണം എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ ഒരു വക്കീലാകണം എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തലത്തിൽ. ഒരു ഡോക്ടർ വിത്ത് സൂപ്പർ സ്പെഷ്യലൈസേഷൻ ഒരു 30-32 വയസ്സിൽ 35 വയസ്സിൽ ആകുക, അല്ലെ ഒരു പ്രൊഫസർ 25 വയസ്സിൽ 26 വയസ്സിൽ പ്രൊഫസറായി. അവൻ്റെ ലക്ഷ്യം തീർന്നോ? പിന്നെ എന്താ നമ്മുടെ യുവാക്കൾ ചെയ്യുന്നത്? ദെയർ എയിം ഇസ് ടു ആദ്യത്തെ സാലറി കിട്ടുമ്പോൾ ഏറ്റവും നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുക, പിന്നെ ഒരു കാർ വാങ്ങിക്കുക, അല്ലെങ്കിൽ ബൈക്ക് വാങ്ങിക്കുക, പിന്നെ ഒരു വീട് വയ്ക്കുക, പിന്നെ ഒരു സുന്ദരിയോ അല്ലെങ്കിൽ സുന്ദരനായ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു പയ്യനെ കല്യാണം കഴിച്ച് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹാപ്പി മാരീഡ് ലൈഫാണ്. ഇതായിട്ട് തീർന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ന് ഇവിടെ നമ്മൾ ശ്രീനാരായണ ഗുരുദേവന്റെ സ്മരണ നിലനിർത്തി ഈ സമ്മേളനം ഇവിടെ നടത്തുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ രാജ്യത്ത് ജീവിച്ച് മരിച്ചുപോയ ആ മഹത് വ്യക്തിയെ ഇന്നും നമ്മൾ സ്മരിക്കപ്പെടുന്നുണ്ടല്ലേ? എന്താണ് അദ്ദേഹം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലേ? ഓരോ വ്യക്തിക്കും ഇന്ന് ഈ സമ്മേളനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നാം എടുക്കേണ്ട ഒരു പ്രതിജ്ഞ, എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്ത് എൻ്റെ മരണശേഷം I should be remembered. My name should be remembered. My contribution should be remembered. That's a real goal in life. അല്ലാതെ ഈ ലോകത്ത് കോടാനുകോടി മനുഷ്യര് ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾ തന്നെ എത്രയോ ഡോക്ടേഴ്സ്, എത്രയോ പ്രൊഫസേഴ്സ്, എത്രയോ ടീച്ചേഴ്സ്, എത്രയോ അഡ്വക്കേറ്റ്സ്, എത്രയോ വലിയ വ്യവസായികൾ, അവരാരും ഓർമ്മിക്കപ്പെടുന്നില്ല അല്ലേ? മഹാത്മാഗാന്ധി വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ ബിക്കോസ് ഓഫ് ഹിസ് കമ്മിറ്റ്മെന്റ്. ഞാൻ കുട്ടികളോട് എപ്പോഴും പറയും, നമുക്ക് കിട്ടിയേക്കുന്ന ആ ഒരു കഴിവിനെ 100% പ്രയോജനപ്പെടുത്തി ജീവിതത്തിന്റെ അവസാനം വരെ. മറ്റൊരു പ്രശ്നം ഇതാണ്, നമ്മുടെ നാട്ടില് 56 വയസ്സിലാണ് കേരളത്തിൽ റിട്ടയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ 60 വയസ്സിലാണ് സെൻട്രൽ ഗവൺമെന്റ് റിട്ടയർ ചെയ്യുന്നത്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈഫ് എൻജോയ് ചെയ്യുകയാണ്. റിട്ടയർ ചെയ്താൽ ശരിക്കും വർക്ക് ചെയ്യേണ്ടത്. 93 വയസ്സുള്ള CNR റാവു ഇപ്പോഴും ലാബറട്ടറി പോകും. നമ്മളുടെ മരണം വരെ കഠിനാധ്വാനം ചെയ്യുവാനായിട്ട്. ഈ ലോകത്തിലെ ജീവിതം വിശ്രമിക്കാനുള്ളതല്ല, ഈ ലോകത്തിലെ ജീവിതം വിശ്രമിക്കാനുള്ളതല്ല, നമ്മൾ കഠിനാധ്വാനം ചെയ്ത്. ഞാൻ കുട്ടികളോട് പറയും, നിങ്ങളുടെ പേര് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. എത്ര പ്രാവശ്യം നിങ്ങളുടെ പേര് ഗൂഗിളിൽ വരും? എൻ്റെ പേര് കുരുവിള എന്നാണ്. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാം KURUV. ഇതിനെ അടിക്കുമ്പോൾ ആദ്യം എൻ്റെ പേരാണ് വരുന്നത്. എത്ര പ്രാവശ്യം വരും? That is going to be remembered. That is going to be remembered. What I am trying to tell you is that try to work hard till you die. ജീവിതം എന്ന് പറയുന്നത് ഹിമാലയത്തിൽ കയറുന്നത് പോലെയാണ്. ഞാനും നിങ്ങളും എല്ലാവരും കൂടെ ഹിമാലയത്തിലെ എവറസ്റ്റ് കീഴടക്കാനായിട്ട് പോവുകയാണെങ്കിൽ കാഠ്മണ്ഡിയിൽ നിന്ന് യാത്ര ചെയ്തു. നമ്മൾ ആദ്യത്തെ ഒരു മല കണ്ടു, എല്ലാവരും ഓടിക്കയറി. വീണ്ടും ഒരു മല കണ്ടു, വീണ്ടും ഓടിക്കയറി. ഓരോ മലകൾ കയറുമ്പോഴും ആദ്യം ചാടിക്കയറി കുറേ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പേര് വരും, സാറേ ഞങ്ങൾ ടയേർഡാണ്, വി ആർ ഹാപ്പി, വി ആർ നോട്ട് കമ്മിങ്, പ്രൊസീഡ്. കുറേ കുട്ടികൾ കുറച്ച് പേരും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഓരോ മലകൾ കയറുമ്പോഴും
കയറ്റം കയറുന്നവരും വളരെ ബുദ്ധിമുട്ടല്ലേ? ഇറ്റ്സ് വെരി ടഫ്. അറ്റ് ദി എൻഡ് only few will reach the plateau of Everest. Life is just like that. 90% of our youths are satisfied with their job. ബിടെക് കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റു കഴിഞ്ഞ ജോലി കിട്ടി അവരിവിടെ സെറ്റിൽഡ് ആവുകയാണ്. സെറ്റിൽഡ് ആയോ? സെറ്റിൽഡ് പിന്നെ ഇല്ല. മക്കളെ, ഇത് മാറ്റുക. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന കഴിവുകളെ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് ജീവിതമാകുന്ന എവറസ്റ്റ് കീഴടക്കുവാനായിട്ട് മരണം വരെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. ആ കഠിനാധ്വാനത്തിലാണ് നമ്മളായിത്തീരുന്നത്. ഇല്ലെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ക്രൈം. ഒരു കുറ്റമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ we are living a world with a lot of opportunities and that much challenges. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇൻഡസ്ട്രി 4.0, ഹ്യൂമൻസ് ആർ ഗോയിങ് ടു വർക്ക് വിത്ത് ഇന്റലിജന്റ് മെഷീൻസ്. ഒരു സ്കൂൾ ഓഫ് തോട്ട്സ് കാണും. അങ്ങനെ വന്നാൽ ഒരു 5-10 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് 30-40% യൂത്തുകൾ ജോലിയില്ലെന്നാണെന്ന് പറയുന്നത്. എല്ലാം റോബോട്ട്സും ഡ്രോൺസും എല്ലാം ചെയ്യുവാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും. ഇവിടെ പ്രൊഫസർ അച്യുശങ്കർ ഇരിപ്പുണ്ട്, അദ്ദേഹം സംസാരിക്കും. എല്ലാം വന്നു കഴിയുമ്പം മനുഷ്യൻ ജോലി ഇല്ലാതായി തീരുവാണ്. എന്ത് വേണം നമുക്ക്? We have to equip ourselves to compete with the intelligent machines, the new technology.